ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം തിരുവാങ്കുളത്ത് മരിച്ച കല്യാണി എന്ന് പറഞ്ഞ കുഞ്ഞിനെക്കുറിച്ച് ആ കുഞ്ഞിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് കൊലയാളി അമ്മ എന്നൊരു ക്യാപ്ഷനാണ് ഞാൻ അതിന് കൊടുത്തിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ആ അമ്മ മാത്രമല്ലേ തെറ്റുകാരി. അതിനകത്ത് ആ വീഡിയോയിൽ ഞാൻ അച്ഛനെ കൂടെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, അച്ഛൻ്റെ വീട്ടുകാരെയും ബ്ലെയിം ചെയ്യുന്നുണ്ട്. കാരണം അച്ഛൻ്റെ വീട്ടുകാർക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നു, എന്നിട്ടും ആ കുഞ്ഞിനെ അമ്മയുടെ കൂടെ വിട്ടു. അപ്പോൾ അതുകൊണ്ട് അവർക്കും അതിനകത്ത് പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, അമ്മ മാത്രമാണ് അതിനകത്ത് തെറ്റുകാരി, അമ്മയ്ക്ക് എന്തോ മറയ്ക്കാനുണ്ട്, അതുകൊണ്ടാണ് അവർ ആ കുഞ്ഞിനെ കൊന്നത്. അമ്മയുടെ മാത്രം തെറ്റാണ്, അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവർ മീഡിയയെ കണ്ടപ്പം മുഖം മറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്നലെ തൊട്ട് ന്യൂസുകൾ പലതും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എന്ത് ക്രൂരതയാണ് ആ കുഞ്ഞ് അനുഭവിച്ചിരുന്നത് എന്നുള്ളത്. അന്ന് ഞാൻ ആ വീഡിയോ ന്യൂസ് ചാനലെല്ലാം കണ്ട സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അച്ഛൻ സ്വയം ഒരു പ്രതിരോധം തീർക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അമ്മയെ കുറ്റം പറയുകയാണ് അച്ഛൻ, മോനെ കൊണ്ട് അമ്മയെ കുറ്റം പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അച്ഛൻ നാട്ടുകാരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടുകാരുടെ അടുത്തുനിന്നോ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന തനിക്ക് നേരെ വരാൻ സാധ്യതയുള്ള എല്ലാ ആരോപണങ്ങൾക്കും ഒരു പ്രതിരോധം തീർക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ അച്ഛൻ്റെ വീട്ടിൽ നടന്നതൊന്നും അച്ഛൻ അറിയില്ലായിരിക്കും. പക്ഷേ സ്റ്റിൽ അച്ഛൻ വേണ്ട സപ്പോർട്ട് ഒരിക്കലും അമ്മയ്ക്ക് കൊടുത്തിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അപ്പം അമ്മയ്ക്കിനിയും അച്ഛൻ്റെ സഹോദരന്മാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്, അതുകൊണ്ടാണ് ഇവർ കുഞ്ഞിനെ കൊന്നത്. അതൊക്കെ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കുഞ്ഞ് അനുഭവിച്ചിരുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിച്ചിരുന്ന വേദന എന്താണെന്നുള്ളത് ആ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു പരിധിവരെ ആ അമ്മ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി വിട്ടതായിരിക്കാം. ഒരിക്കലും അമ്മ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. മുതിർന്നവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇപ്പം അമ്മമാർ കൊലയാളികളായിട്ട് മാറുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അപ്പം പണ്ടും അമ്മമാർ ഇതിൽ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ. പക്ഷേ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ളൊരു ഇതൊരിക്കലും അവർ ചിന്തിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ അമ്മമാർക്ക് അതിനുള്ളൊരു വ്യഗ്രത കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഇപ്പം അതിനെ ബുദ്ധിമുട്ടിച്ചിരുന്നത് അല്ലെങ്കിൽ അതിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ അമ്മ വിദ്യാഭ്യാസമുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ല. അവർ വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ കൂടി അവർക്കൊരിക്കലും, ഞാൻ വിചാരിക്കുന്നത്, സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലത്ത് നിന്ന് തന്നെ പീഡിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അവർ മറ്റൊരു സ്ഥലത്ത് ആ പെൺകുഞ്ഞിനെ കൊണ്ട് പോയി സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ